നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്കെന്നും അത്ഭുതമാണ് മഞ്ജു വാര്യർ. സിനിമയേക്കാൾ നാടകീയമായി മുന്നോട്ടു പോയ ജീവിതം, പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി, ആളുകളോട് ഇടപഴകുന്ന രീതി എന്നിവയെല്ലാം ആരാധകർ ശ്രദ്ധിക്കാറുണ്ട്. കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ്. മലയാളികളുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രായം കുറയുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മഞ്ജു വാര്യർ. 47-കാരിയായ മഞ്ജുവിന് ഇന്ന് ബോളിവുഡിൽ നിന്നും നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. സാധാരണ ബോളിവുഡിൽ പോലും 40 പിന്നിട്ട നായിക നടിമാർക്ക് താരമൂല്യമില്ല. എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ സൂപ്പർ താര ചിത്രങ്ങൾ എത്തുന്നത്. ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തന്റെ കരിയറിന്റെ പീക്കിലാണ് മഞ്ജു വാര്യർ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതും. 10 വർഷത്തിലധികം കാലം വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മഞ്ജു ജീവിച്ചു. മറ്റാരുമായിരുന്നുവെങ്കിൽ മറന്നു പോകുമായിരുന്നു എന്നുറപ്പിക്കാൻ സാധിക്കുന്ന ഇടവേള. വർഷങ്ങൾക്ക് ശേഷം മഞ്ജു തിരികെ വന്നു, പോയതിലും ശക്തമായി. അവരുടെ തിരിച്ചുവരവ് കാത്തിരുന്ന മലയാളി മഞ്ജുവിന്റെ ഇരിപ്പിടം മറ്റാർക്കും നൽകാതെ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇപ്പോഴിതാ വനിതാ കമ്മീഷന്റെ പറന്നുയരാം കരുത്തോടെ പരിപാടിയിലെ സംസാരിച്ച കാര്യങ്ങൾ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സ്വന്തം ജീവിതാനുഭവങ്ങളെക്കുറിച്ചും അമ്മ സ്വയം സന്തോഷം കണ്ടെത്തി പ്രചോദനമായി മാറിയതിനെക്കുറിച്ചുമൊക്കെയായിരുന്നു മഞ്ജു വാര്യർ സംസാരിച്ചത്. ചുറ്റും കാണുന്ന കാര്യങ്ങൾ എനിക്ക് പ്രചോദനമായി തോന്നിയ കാര്യങ്ങളും അതിലെനിക്ക് തോന്നിയ വലിയ പ്രതീക്ഷകളും നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു പരിപാടിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ കാണിച്ചു തന്നു. അത് ജലജ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ ആയിരുന്നു. ആ ചേച്ചിയിൽ ഞാൻ കണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് യാത്ര ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ജീവിതത്തിൽ വന്നിട്ടില്ല. അവരുടെ ജോലി എന്ന് പറയുന്നത് കാശ്മീരിൽ നിന്നും കേരളത്തിലേക്ക് ആപ്പിൾ എത്തിക്കുന്നതാണ്. ജലജ ചേച്ചി ഡ്രൈവിംഗ് പഠിക്കാൻ പോയി ഹെവി ലൈസൻസ് എടുത്തു. ഇപ്പോൾ കാശ്മീരിൽ നിന്നും കേരളത്തിലേക്ക് ആപ്പിൾ കൊണ്ടുവരുന്ന ലോറികളിൽ ഒരെണ്ണം ഓടിക്കുന്നത് ജലജ ചേച്ചിയാണ്. അതുമാത്രമല്ല, ചേച്ചിയുടെ മക്കളും ചേച്ചിക്കൊപ്പം യാത്രകളിലുണ്ട്. വ്ലോഗുകളൊക്കെ ചെയ്ത് അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. എല്ലാവർക്കും തോന്നാത്തൊരു ധൈര്യവും ചിന്തയുമാണ് അതെന്ന് എനിക്ക് തോന്നി. ആ ചേച്ചിയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലുള്ളൊരു ഉദാഹരണം പറയണമെന്ന് തോന്നി. അമ്മ പലപ്പോഴും ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് അമ്മ. ബോബനെയും മോളിയെയും പോലെ അച്ഛനെയും അമ്മയും എപ്പോഴും ഒന്നിച്ചേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അച്ഛന്റെ മരണശേഷം അമ്മ അതെങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നോർത്ത് ഞാനും ചേട്ടനും ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊരു ബാധ്യതയാവരുതെന്ന് സ്വയം തീരുമാനിച്ചതുപോലെ അമ്മ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓരോന്നായി ചെയ്തു തുടങ്ങി. അമ്മയ്ക്ക് നൃത്തം പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു, പാട്ട് പഠിക്കാനും. അതിനൊക്കെ സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് അമ്മ പോയി പഠിച്ചു. കോളേജ് കാലത്ത് എഴുതുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചെറിയ എഴുത്തിലൂടെ അതും പൊടിതട്ടിയെടുത്ത് പുസ്തകം വരെ പബ്ലിഷ് ചെയ്തു അമ്മ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനും സ്വന്തം സന്തോഷം കണ്ടെത്താനും വേദികളിലൂടെയായി പെർഫോം ചെയ്യുകയും ചെയ്തു. ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ വരെ ചെയ്യുന്നുണ്ട്. സുഹൃത്ത് സംഘങ്ങളൊക്കെ ഉണ്ടാക്കി അവരോടൊപ്പം യാത്രയൊക്കെ പോകുന്നുണ്ട് അമ്മ. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സ്വന്തം സന്തോഷം കണ്ടെത്തി എൻ്റെ മുന്നിൽ ഏത് പ്രായത്തിലും അവനവന് സന്തോഷം കണ്ടെത്താൻ അവനവൻ ആഗ്രഹിച്ചാൽ അത് കണ്ടെത്താം എന്ന് ജീവിതത്തിലൂടെ തെളിയിച്ചു തന്നതാണ് എൻ്റെ അമ്മ. വിവാഹം എന്നുള്ളത് ഒന്നിൻ്റെയും അവസാന വാക്കല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട്. വിവാഹം വേണോ വേണ്ടയോ എന്നത് സ്വന്തം തീരുമാനമായിരിക്കണമെന്ന് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാം. അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെയും കാണാറുണ്ട്. നമ്മുടെ സമൂഹം ശരിക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന ശുഭപ്രതീക്ഷയുണ്ട്. എനിക്കുമുണ്ടായിരുന്നു ഒരു ബക്കറ്റ് ലിസ്റ്റ്. ഓരോന്നും എഴുതി വെച്ച് ടിക്കിടാൻ മാത്രമുള്ള കാര്യങ്ങൾ. അതിലൊന്നായിരുന്നു ഡ്രൈവിംഗ് പഠനം. അത് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. നീന്തൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിലും ആ ആഗ്രഹവും ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബൈക്ക് റൈഡും എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അച്ഛൻ്റെ ബൈക്കിന് പിന്നിൽ ഇരുന്ന് പോകുന്ന കാലത്ത് മനസ്സിൽ കയറിയ ആഗ്രഹമായിരുന്നു. അതും ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാലേ അതിന്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാനാവൂ എന്നും ഞാൻ പഠിച്ചു. ആത്മവിശ്വാസം മാത്രമല്ല, സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവൂ. അതുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാനാവൂ എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം. പറന്നുയരാനുള്ള ചിറകുകൾ നിങ്ങൾ സ്വയം കണ്ടെത്തണം. ആ ചിറകുകൾ വിരിച്ചു പറക്കാനുള്ള ആകാശം വേണ്ടി വന്നാൽ സ്വയം സൃഷ്ടിക്കാനും നിങ്ങൾ പ്രാപ്തരാവണമെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർ ഇടുന്ന ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത്. ഇപ്പോഴിതാ ബൈക്ക് ഓടിച്ച് ധനുഷ്കോടിയോളം പോയ മഞ്ജുവിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്. തമിഴ്നടൻ അജിത്താണ് തനിക്ക് പ്രചോദനമെന്ന് മഞ്ജു മുൻപ് വ്യക്തമാക്കിയിരുന്നു.
ബൈക്ക് ഓടിച്ച് നിരവധി ഇടങ്ങളിൽ യാത്ര പോകുന്ന വീഡിയോയും മഞ്ജു മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. പുതിയ ചിത്രങ്ങൾക്ക് താഴെ നിരവധി പേരാണ് കമന്റ് ഇടുന്നത്. മഞ്ജുവിന്റെ ആത്മധൈര്യത്തെ പ്രശംസിക്കുകയാണ് ആളുകൾ. കമന്റ് ഇടുന്നവരിൽ ഏറെയും സ്ത്രീകളാണ്. തങ്ങൾക്ക് പ്രചോദനമാണ് മഞ്ജു എന്നാണ് പലരും കുറിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.